കൊട്ടേഷൻ ഗുണ്ടകളാലും ക്രിമിനലുകളാലും നയിക്കപ്പെടുന്ന ഒരു പാർട്ടിയിൽ നിന്ന് ഇതല്ലാതെ എന്തു പ്രതീക്ഷിക്കാൻ? ഇവരല്ലേ യഥാർത്ഥ ഭീകരവാദികൾ. പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി പരോൾ ചട്ടം ലംഘിച്ചതായി കണ്ടെത്തൽ. പോലീസിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 20 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ട VK നിഷാദ് എന്നയാളാണ് പരോൾ ചട്ടം ലംഘിച്ച് C കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് പടക്കം പൊട്ടിച്ചത് കൂട്ടത്തിൽ ഒരുത്തനാണ് ഇവൻ. 20 വർഷത്തെ തടവ് ശിക്ഷയാണ് ഇവന് കിട്ടിയിരിക്കുന്നത്. പോലീസ് ജീപ്പിന് നേരെ ബോംബെറിഞ്ഞു, പോലീസുകാർക്ക് പരുക്ക് പറ്റി. 20 വർഷത്തെ ശിക്ഷ കിട്ടിയിട്ട് ഒരു 3 ആഴ്ച പോലും അകത്ത് കിടന്നില്ലവൻ. അതിനു മുൻപേ ഇവൻ്റെ അച്ഛൻ അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. അച്ഛൻ അസുഖം തീർക്കാൻ ഇവൻ വന്നത് കുഞ്ഞികൃഷ്ണൻ്റെ വീടിൻ്റെ വാതിൽക്കൽ 3 കുഞ്ഞുങ്ങൾ മാത്രമേ ആ വീട്ടിലുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്ന് പടക്കം പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചാണ്. ഇനി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിൽ പ്രതിഷേധിച്ച് അവിടെ ഒരു പ്രകടനം നയിച്ച യഥാർത്ഥ പാർട്ടിക്കാരൻ്റെ ബൈക്ക് കത്തിച്ചു ഈ ഫാസിസ്റ്റുകൾ. ഇവന്മാരാണ് ഫാസിസത്തിനെതിരായി ഇവിടെ പ്രകടനം നടത്തുന്നത്. കക്കുന്നതും മുക്കുന്നതൊന്നും ആരും വിളിച്ചു പറയരുത്. ഇനി ഒരു 139 സീറ്റിലും ഈ പാർട്ടിയുടെ ആൾക്കാർ തോറ്റാലും പയ്യന്നൂരിലെ ഇവന്മാരുടെ ഒരു പാർട്ടി ചിഹ്നത്തിൽ ഗോവിന്ദച്ചാമി നിർത്തിയാലും അവിടുത്തെ അന്തങ്ങൾ അവനെ ജയിപ്പിക്കും. അത്തരം മാരക വേർഷനാണ്. അടിമക്കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ഭീകരവാദികൾ ഉത്തര കൊറിയൊന്നുമല്ല. ഇവന്മാർ കേരളത്തിൽ തന്നെയുണ്ട്. ബംഗാളിൽ നിന്ന് കേരളത്തിലേക്കുള്ള ദൂരം കുറഞ്ഞ് വരികയാണ്. ഈ പൂണ്ടുവിളയാട്ടം ഒരു ജനാധിപത്യ സമൂഹവും എല്ലാ കാലവും അംഗീകരിച്ചു തരില്ല. അന്തങ്ങളെ 51 61 വെട്ടുകൊണ്ട് നിങ്ങൾ കുറച്ച് കാലം ജനങ്ങളെ ഭീതിയിൽ നിർത്താം, നിശബ്ദരാക്കാം. എല്ലാ കാലത്തും കഴിയില്ല. അത് ചരിത്രത്തിൽ തങ്കലിപികളിൽ കോറിയിട്ടിട്ടുണ്ട്. ലാൽ സലാം.